ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ജനലിൻ്റെ അവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ മുകളിൽ നിങ്ങളൊരു ഫോട്ടോ കാണുന്നുണ്ടാവും. ആ ഫോട്ടോ ഇൻസ്റ്റയിൽ ഡൗൺലോഡ് ചെയ്തതിന്. അപ്പോൾ അതുപോലത്തെ ഒരു TV യൂണിറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അത് പ്ലൈവുഡിലൊക്കെ ചെയ്തതായിരിക്കും, മൾട്ടിവുഡിലൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അലുമിനിയത്തിലാണ് ചെയ്യുന്നത്. അലുമിനിയത്തിൽ PVC ഷീറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളെ പൂർണ്ണ രൂപം എത്തിയിട്ടുണ്ട് കേട്ടോ. വർക്ക് ഉള്ള വീഡിയോ അതിൻ്റെ ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഫുള്ള് വർക്ക് ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓൽക്കൊരു ബോക്സ് വെക്കാൻ വേണ്ടി, ഹോം തിയേറ്ററിന്റെ ബോക്സ് അടിയിൽ ഇറക്കി വെക്കാൻ വേണ്ടിയുള്ളത് ഇപ്പോൾ ഒരു അടിഭാഗത്തേക്ക് ആക്കി താത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റൂട്ടർ ചെയ്ത് കണ്ടാണ് ഷീറ്റൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഷീറ്റ് ചാനലും സെയിം കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടിക്കറ്റിന്റെ ടിക്കറ്റുകളല്ല, മലബാർ പ്രിന്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ചാനലും ഷീറ്റും അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതിന് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. SS-ന്റെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ചെല്ലുമ്പോൾ അടഞ്ഞ് ഒറ്റയടിക്ക് സൗണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതൊക്കെ ചെന്ന് അടയുള്ളില്ല. അങ്ങനെ പിന്നെ അടിയിൽ അതിൻ്റെ ഹോം തിയേറ്ററിൻ്റെ ബോക്സും ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഒരു ജനലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നില്ലല്ലോ. അപ്പോൾ ആ ഭാഗത്തുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ജനൽ ഒഴിവാക്കിയാണ്ട് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മോൾ ഭാഗത്തൊക്കെ 4:1 ചാനലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് റൂട്ടർ അടിച്ചിരിക്കുന്നത് 4:1 പ്ലെയിൻ ട്യൂബിൽ നമ്മൾ ബോക്സ് ആക്കിയാണ് ചെയ്തിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഇട്ടിച്ചാണ്ട് ഭംഗിയാക്കിയാണ്ട്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അതാണ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത മുമ്പത്തെ സംഭവമായിട്ടുള്ളത്. അപ്പൊ TV ഒക്കെ കുറച്ച് ചെറുതാണ്. ഇതിക്ക് വലിയ TV വേണ്ടത്. പഴയ TV ജസ്റ്റ് ഒന്ന് വെച്ചുക എന്നുള്ളൂ. ഞാൻ തന്നെ TV മാറ്റുന്നുണ്ട് എന്നാണ് എന്താ പറയുക വീട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിന്റെ വീഡിയോ ആയിട്ട് ഇത് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയാൽ നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അതുപോലെ വർക്ക് ചെയ്യണം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിലും ഇതിൽ ഞാൻ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തണം. ഇനി ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം. ഇനി വർക്ക് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഫാബ്രിക്കേഷൻ്റെ വർക്കർമാരാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നിങ്ങളൊക്കെ പ്രോത്സാഹനങ്ങളാണ് നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അത് നേരത്തെ പറഞ്ഞായിട്ട് അതിൻ്റെ ഡോറാണ് കേട്ടോ. ആ ഡോറ് വൈറ്റ് കളറിലാണ്. നമ്മളെ ഫോട്ടോത്തിൽ കണ്ടതും വൈറ്റ് ആയതുകൊണ്ട് അത് വൈറ്റ് ആക്കി എന്നുള്ളത്. അതുമാതിരി പാനലിങ് ചെയ്തതും വൈറ്റ് ബ്ലാക്കും മിക്സിലെ ഒരു ഫ്രെയിമാണ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ TV യൂണിറ്റിൻ്റെ അടിഭാഗം സെറ്റ് ബോക്സ് ഒക്കെ വെക്കുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അത് 1 ഇഞ്ചിൻ്റെ മലബാർ പ്രിന്റിൽ ഡബിൾ സൈഡ് ലിപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ ഒരു 1.25 ഇഞ്ചിൻ്റെ കനം തോന്നും. അപ്പോൾ അതാണ് കോർണറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിലാണ് നമ്മൾ റിബിറ്റ് അടിക്കുന്നത് കോർണറിൻ്റെ. കാരണം പുറം ഭാഗത്തേക്ക് കാണാതിരിക്കാനും പിന്നെ നല്ല ഷീറ്റ് വന്നാൽ കാണില്ല. പിന്നെ ചില ഭാഗത്ത് ഒക്കെ ഷീറ്റ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഇപ്പോൾ ഉള്ളിൽ ഭാഗത്താണ് നമ്മൾ കോർണറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്ത് കണ്ട് ഷീറ്റൊക്കെ റൂട്ടർ ചെയ്ത് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. പിന്നെ എപ്പോഴും നമുക്ക് വീഡിയോ എടുക്കലും നടക്കുന്ന ഒരു ഇതല്ല. അല്ലെങ്കിൽ അതിനായിട്ട് ഒരാൾ വീഡിയോ എടുക്കാൻ വെക്കണം. അപ്പോൾ അത് സെറ്റാവില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെറുതന്നെ വെച്ച് വരിക എന്ന് പറഞ്ഞ മാതിരി വരികയല്ലേ. അപ്പോൾ വീഡിയോ ഒക്കെ ഉഷാറാക്കി നമുക്ക് വീണ്ടും നമുക്ക് എടുക്കാം. അപ്പോൾ അതാണ് റൂട്ടർ ചെയ്ത് കണ്ടൊക്കെ ഷീറ്റ് മടക്കി. റൂട്ടർ ചെയ്ത് മടക്കിയാൽ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ കട്ട് ചെയ്ത് കാണ്ട് അവിടെ പിന്നെ ജോയിൻ്റ് ആക്കി വെക്കും. അപ്പോഴും അത് കാണുമ്പോൾ ഒരു ഫിനിഷിങ് കമ്മി ഉണ്ടാവും. വീഡിയോയിൽ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഫിനിഷിങ് കമ്മി ഉണ്ടാവും. പിന്നെ അതിന് ഒരുപാട് പണിയും വരും. ഇതാവുമ്പോൾ റൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ മടക്കിയാൽ അതിനനുസരിച്ച് സെറ്റായി നിൽക്കും. പിന്നെ നമ്മൾ സിലിക്കോണിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും പോരില്ല. അത് കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളുണ്ടാവും. നമ്മൾ എന്താ പറയുക മൾട്ടിവുഡിൽ മൈക്കൊക്കെ ഒട്ടിച്ച അതേ രൂപത്തിലായിരിക്കും ഇല്ലേ റൂട്ടർ ചെയ്ത ഭാഗങ്ങളിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ റൂട്ടർ ചെയ്തുകൊണ്ട് സെറ്റാക്കിയാണ്ട് വെച്ചിട്ടുണ്ട്. സിലിക്കോണൊക്കെ ഉള്ളിലും പുറമൊക്കെ ആക്കിയാണ്ട് ഇട്ടുകാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാസ്ക് ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ അവിടെ പ്രസ് ചെയ്ത് പിടിച്ചാണ്ട് വിട്ട് കഴിഞ്ഞാൽ അത് പോരണ്ടല്ലോ എഴുതിയിട്ടാണ് മാസ്ക് ടാപ്പൊക്കെ ഒട്ടിച്ചാണ്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇതിലും ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് ആ സൈഡിൽ ഡോറ് വെക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട മാതിരി അത് ഫസ്റ്റ് കണ്ടില്ല, അപ്പോൾ അതുപോലത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ തട്ടുകളൊക്കെ ഉണ്ടല്ലോ, കള്ളി പാർട്ടീഷൻ തിരിച്ചല്ലേ, അതിൻ്റെ ഫ്രെയിമാണ് നിങ്ങൾ കാണുന്നുണ്ടോ. ഇത് 4:1 നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് പല ഇതും വരുന്നുണ്ട്. 6 ഇഞ്ച് വരുന്നുണ്ട്, 8 ഇഞ്ച് വരുന്നുണ്ട്, 8:1 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമ്മളിത് സിമ്പിളായിട്ടില്ല, ചെറിയ ചെടിച്ചട്ടികൾ, പൂക്കൾ അങ്ങനത്തെ ഒക്കെ വെക്കാറുള്ളത്, ഫോട്ടോസുകളൊക്കെ. അപ്പോൾ അതിനുള്ളത് അത്ര തിരി മതി എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയും പണി ഏറെക്കുറെ ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഷീറ്റ് അടിക്കണം നമുക്ക്. അപ്പോൾ അതങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഷീറ്റ് അടിക്കണം. പിന്നെ അതുപോലത്തെ സെറ്റ് ബോക്സിൻ്റെ അടിഭാഗത്തും ബാക്കിൽ നമ്മൾ ഷീറ്റ് അടിക്കേണ്ട, അടിയത്തെ ബോക്സിൻ്റെ. അപ്പോൾ അങ്ങനെ സൈറ്റ് കൂടുന്നാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വയറിങ്ങാർ വന്നിട്ട് ഇതൊന്ന് എന്താ പറയുക, വയറും കാര്യങ്ങളും ബോക്സ് ഇതൊക്കെ വലിക്കാനുണ്ട്, പൈപ്പ് ഇടാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു ഫ്രെയിം കണ്ടതിന് ശേഷമുള്ള ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ പോയതാണ്. ഇനി ഇവിടുന്ന് ആ പഴയ ടി വി ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കിയാണ്ട് ഇതാക്കി. അപ്പോൾ ഓലെ പരിപാടി, വയറിങ്ങാർ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വയറൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ ഒരു സാധനം പാടെ കൊടുക്കാണ്ട്, സെൻറ്ററിൽ ഒരു പൈപ്പും പാടെ കൊടുക്കാണ്ട്, ഒരു 1.25 ഇഞ്ചിൻ്റെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിവിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ഇടണമല്ലോ, അതിനുള്ളതാണ്. അപ്പോൾ ഫിറ്റിങ്സിലാണ് നമ്മൾ വർക്കിംഗ് ടൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ലെവലൊക്കെ നോക്കിയാണ്ട് സെറ്റാക്കിയാണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ ടി വി വെക്കുന്ന ആ ഏരിയയിൽ വുഡ് അടിക്കണ്ട കേട്ടോ. കാരണം പിന്നീട് പ്ലൈവുഡാണ് ചെയ്യണമെങ്കിൽ, പക്ഷേ പ്ലൈവുഡ് ആകുമ്പോൾ കുറഞ്ഞ ടൈപ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് കുത്തൊക്കെ വന്ന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മരത്തിൻ്റെ പീസ് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. 2 മരത്തിൻ്റെ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ അങ്ങോട്ട് ഇടുമ്പോൾ ആളുടെ എഴുതിയിട്ട് 2 വീതിയിൽ ഇല്ല, അത്യാവശ്യം വീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ 1.5 പീസ് കുത്തി കൊടുത്തിക്കാം കേട്ടോ. പിന്നെ മരത്തിന് അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ജനൽമെന്ന് കുറച്ച് തള്ളിയാണ്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മരത്തിൻ്റെ ഇതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. വീഡിയോക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വീഡിയോയിൽ ഇത് വീഡിയോ ആയിട്ട് കാണിക്കണില്ല. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വിഷയക്കണ്ട. അപ്പോൾ നമ്മൾ നേരെ വർക്കിലോട്ട് തന്നെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് പാനലിങ് ചെയ്യുന്നതാണ് കാണുന്നത്. സിലിക്കോണൊക്കെ ഇടുന്നുണ്ട്, സ്ക്രൂ ചെയ്യുന്നുണ്ട്. സ്ക്രൂ ചെയ്താലും അതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ സിലിക്കോൺ ഇട്ടൊക്കെയുണ്ട്, അല്ലെങ്കിൽ ആ പടപട സൗണ്ട് ഒക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചുമരുമേ പാനൽ ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിളാണ്, ഇത്ര റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എന്നല്ല, ഇവിടെ ഇത്ര ചാനലും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചുമരുമക്കാണല്ലോ ചെയ്യാം. അപ്പോൾ സ്ക്രൂ ഒക്കെ ചെയ്തുകൊണ്ട് സ്ക്രൂവും ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഓരോ ജോയിൻറ്റിൻ്റെ ഏരിയയിലാണ് സ്ക്രൂ, ഒരു ഷീറ്റ് വെക്കും, പിന്നെ അതിൻ്റെ ജോയിൻറ്റിലാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. നമ്മൾ വർക്കർമാർക്കൊക്കെ അറിയാം, അല്ലാത്ത ആളുകൾക്കൊന്നും വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ വർക്ക് പഠിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും പറഞ്ഞെന്നുള്ളത്. സ്ക്രൂ ചെയ്യാൻ പറ്റില്ല, പിന്നെ പാനലിങ്ങിൻ്റെ ഷീറ്റിന് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്. അപ്പം നമ്മൾ ക്ലിപ്പ് വെച്ചുകൊണ്ടൊക്കെ സ്ക്രൂ ചെയ്യേണ്ടി വരും കേട്ടോ. അതൊന്ന് വർക്കർമാർ ശ്രദ്ധിക്കണം. അപ്പം ഷീറ്റൊക്കെ വെച്ചുകൊണ്ട് ഫുൾ സെറ്റ് ആയിക്കൊണ്ട് വരികയാണ്. നമ്മൾ ഷീറ്റ് വെച്ചതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഒക്കെ ഫുൾ പാനലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാനലിംഗ് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ടി വി വെക്കാറില്ല. ഇപ്പോൾ അവിടെ ചെറിയ ടി വി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിലവിലില്ലേ. ടി വി വലുത് വെക്കണം. ആ ചെറിയ ടി വി വെച്ചതിനെ കൊണ്ടൊന്നും ഇതിനൊന്നും ആവില്ല. അപ്പോൾ വലിയ ഒരു 50 ഇഞ്ചിൻ്റെ ടി വി ഒക്കെ വെക്കണം അവർക്ക്. അപ്പോൾ ടി വി വെക്കാനുള്ള ക്ലാമ്പൊക്കെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മുകളിലെ ഇത് വെക്കണം, ലൈറ്റ് വെക്കണം. ലൈറ്റിൽ വയറൊക്കെ വലിച്ചിട്ടുണ്ട്. ഇനി ലൈറ്റ് വെക്കാൻ ആവശ്യമുണ്ട്. പിന്നെ മറ്റേ ഒപ്പല്ല ആള് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ച് ലാസ്റ്റ് ഫിനിഷ് റൗണ്ട് നമുക്ക് കാണാം. ആദ്യം നമ്മൾ കണ്ടതാണ്, എന്നാലും വർക്കിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഘട്ടം ഘട്ടമായിട്ട് കാണിക്കുക എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫുൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റും പാടെ ഇടാണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിവുഡിൽ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ അലൂമിനിയത്തിൽ ചെയ്താണ് ഈട് നിൽക്കുക എന്ന് പറഞ്ഞാൽ
എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റുകൾ വന്നാലും നമുക്ക് തീർക്കും ചെയ്യാം. പിന്നെ ഇനി കംപ്ലൈൻറ്റ് ഇല്ലാതെ ഒരുപാട് കാലം, അതായത് ചെതലത് പിടിക്കില്ല. ഇനി മൾട്ടിവുഡ് ആണെന്നുണ്ടെങ്കിൽ സ്ക്രൂ പിടിക്കാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. നമ്മൾ പോലെ കുറ്റം പറയുന്നല്ല, അത് ഓരോ മെറ്റീരിയലിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലൈവുഡിലാണ് ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞാലും പിന്നീട് ചെതൽ വന്നിട്ട് നമ്മളത് മാറ്റി ചെയ്യണതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ വർക്കർമാർക്കും അതുപോലെ തന്നെ കസ്റ്റമർക്കൊക്കെ അറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചെതൽ പിടിക്കാനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല. ഇനി വേറെ ലാഭപാട് പറഞ്ഞുതരാം. ഇനി ഒരുപാട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇത് എടുത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് പൈസ കിട്ടും. അതെങ്ങനെയാണല്ലേ, അതായത് അത് അലുമിനിയം വിലക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അലുമിനിയത്തിന് വില കൂടുതൽ എന്തായാലും കുറയലുണ്ടാവില്ലല്ലോ. അപ്പോൾ സ്ക്രാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് കഴിഞ്ഞുള്ള ഫുൾ ഫിനിഷിങ് വീഡിയോ കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് കണ്ട് നല്ല അടിപൊളിയായി ഭംഗിയായി വെച്ചിട്ട് ഇതും ഇതിൻ്റെ പല മോഡലും ചെയ്യാം. നമ്മൾ ഓരോരോ മോഡലുകൾ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു ആ ഫോട്ടോത്തിൽ കണ്ട അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ബഡ്ജറ്റിനനുസരിച്ചാണ് ചെയ്യുക. ഇനി ഇതിനെക്കാട്ടിൽ നമ്മൾ എന്താ പറയുക, ബഡ്ജറ്റ് കൂടുക എന്നുണ്ടെങ്കിൽ വേറെ മോഡലാക്കുക. അങ്ങനെ പല റേറ്റിലും ചെയ്യാം. കുറഞ്ഞ റേറ്റിലുണ്ട്, നല്ല റേറ്റിലുണ്ട്, അങ്ങനെ പല വിധത്തിലാണ് ഇത് പോണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. പിന്നെ കാണുന്ന ആളുകളൊന്നും കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണേ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ആയാണ്ട് രേഖപ്പെടുത്തണം.